ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാനൊരു മസാല ദോശയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. കിഴങ്ങ് പുഴുങ്ങി വെച്ചതാണ് കേട്ടോ. കുക്കറിൽ വലിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ നന്നാക്കി വെച്ചിട്ടുണ്ടേ. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. അതിൽ ഉള്ളി വഴറ്റാനിട്ടു കേട്ടോ. ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു മക്കൾ ഇന്ന് മസാല ദോശ മതിയെന്ന്. അതുകൊണ്ട് ദോശമാവൊക്കെ ഇന്നലെ അരച്ച് വെച്ചു കേട്ടോ. അവർക്ക് മസാല ദോശ നല്ല ഇഷ്ടമാണ്. മോളും വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് മസാല ദോശ മതിയെന്ന് പറഞ്ഞിരുന്നു. ഉള്ളി അങ്ങനെ വഴണ്ടിരിക്കുന്ന സമയത്ത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റാൻ തുടങ്ങി കേട്ടോ. അത് വഴണ്ട് വരുന്ന നേരത്ത് ഞാൻ അപ്പുറത്ത് ചായ അടുപ്പത്ത് വെച്ചിരുന്നേ. ചായ അടുപ്പത്ത് വെച്ച് അതിൽ പൊടിയിട്ട് അത് വാങ്ങി വെച്ചു. എന്നിട്ട് ഇത് പിന്നെയും നന്നായിട്ട് ഇളക്കാൻ തുടങ്ങി കേട്ടോ. അതിന് ശേഷം അത് ഒന്നും കൂടി വഴണ്ടപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടിയും മാത്രം ഇട്ട് ഒന്നും കൂടെ മസാല ഇളക്കി കേട്ടോ. ഉള്ളി നന്നായിട്ടൊന്നും കൂടെ ഇളക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കിഴങ്ങ് കുക്കറിൽ പുഴുങ്ങി വെച്ചിട്ടുണ്ടല്ലോ, അത് തൊലി പൊളിക്കാൻ തുടങ്ങി കേട്ടോ. ആരുടെ സഹായം ഇല്ലാതെയാണ് കേട്ടോ. ഇപ്പുറത്തെ കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണേ. അതുകൊണ്ടാണ് ഇടത്തെ കൈ കൊണ്ട് എനിക്ക് കിഴങ്ങ് തൊലി പൊളിക്കേണ്ടി വന്നത്. പിന്നെ പുഴുങ്ങി വെച്ച കിഴങ്ങായതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എളുപ്പം തൊലി പൊളിക്കാൻ കിട്ടും. അതെപ്പോഴും അങ്ങനെയാണ്, കുക്കറിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുക ചെയ്യാറ്. അപ്പോൾ ഗ്യാസും കുറയുന്നതാണ് പറയുക അങ്ങനെ പുഴുങ്ങിയെടുക്കുമ്പോൾ. അത് കിഴങ്ങ് പുഴുങ്ങിയത് ഞാൻ തൊലി പൊളിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളിയിലേക്ക് ഇട്ടിട്ട് അതും ഇളക്കി ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാൻ തുടങ്ങി കേട്ടോ. അത് വഴറ്റിയെടുത്തപ്പോഴാണ് തക്കാളി ഇട്ടില്ലല്ലോ എന്ന് ഓർത്തത്. ഒരു തക്കാളി എടുത്തിട്ട് ഞാൻ ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ട് അതിൽ നടുക്ക് ഇങ്ങനെ ഒരു കുഴി പോലെ ആക്കിയിട്ട് മുറിച്ചിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഒന്ന് അടച്ച് വയ്ക്കുക, നന്നായിട്ട് അടച്ച് വയ്ക്കുക. കരിവേപ്പിൻ്റെ ഇല ഇട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഗരം മസാല പൊടിക്കാൻ വേണ്ടിയിട്ട് കറുകപ്പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടി എടുത്ത് വെച്ചിരുന്നു. അതൊന്ന് ചൂടാക്കിയെടുത്തു. എന്നിട്ട് പൊടിച്ചെടുത്തു കേട്ടോ. ആ പൊടിച്ചെടുത്ത മസാല ഈ കൂട്ടി വെച്ച മസാലയെ കൂടെ ചേർക്കുകയാണ്. ഗരം മസാല ചേർക്കണമല്ലോ നമുക്ക് മസാലയ്ക്ക്, എന്നാലല്ലേ മസാല ദോശയുടെ മസാല നന്നായി കിട്ടുള്ളൂ. എന്നിട്ട് 2 കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ആ മസാല ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ച് അപ്പോഴത്തേക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. വേവും ചെയ്തു. മസാല ഒന്നും കൂടെ ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല പാകമായി. അത് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കുകയാണേ. അങ്ങനെ മസാല നമ്മളത് റെഡിയായി തുടങ്ങി കേട്ടോ. ഇനി ഞാൻ ദോശച്ചട്ടി അടുപ്പത്ത് വെച്ചു. ദോശച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ദോശച്ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു ചട്ടുകൻ മാവ് ഒഴിച്ച് ദോശ പരത്തിയെടുത്തു കേട്ടോ. അതിൽ ഇത്തിരി നെയ്യ് ഒഴിച്ചു. ഇവിടെ ഉണ്ടാക്കുന്ന നെയ്യാണേ. ഞങ്ങൾ പാല് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പാട ഉറഴിച്ച് വെച്ചിട്ട് ഒരാഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴൊക്കെ അത് നമ്മൾ ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുക ചെയ്യാം. അപ്പോൾ ആ നെയ്യാണ് കേട്ടോ ഉപയോഗിച്ചത്. എന്നിട്ട് ദോശ ചുട്ടെടുത്തു. അതിൽ ഇതാ മസാല നടുക്ക് വെച്ച് മസാല ആ ദോശ ഒന്ന് മടക്കി റെഡിയാക്കി. അങ്ങനെ മസാല ദോശ റെഡിയായേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കറിക്കുള്ള പരിപാടി നോക്കാൻ തുടങ്ങിയേ. മമ്പയർ കഴുകി നന്നായിട്ട് കുക്കറിലെടുത്ത് അത് കുക്കറിൽ അടുപ്പത്ത് വെച്ചു. അത് 3-4 വിസിലടിച്ചപ്പോഴത്തേക്ക് ഞാൻ മത്തനും നുറുക്കിയെടുത്തു കേട്ടോ. എന്നിട്ട് മത്തനും അടുപ്പത്ത് വെച്ചു. മത്തൻ അടുപ്പത്ത് വെച്ച് അതും വിസിലടിക്കുന്നുണ്ടേ. അപ്പോഴത്തേക്ക് ഞാൻ തേങ്ങ ചിരകി പാല് പിഴിഞ്ഞ പാല് ഈ മത്തനും മമ്പയറും കൂടെ വെന്ത് ഇരിക്കുന്നതിലേക്ക് ഒഴിച്ചു. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇത്തിരി വെളിച്ചെണ്ണ, നല്ല പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇത്തിരി കരിവേപ്പില ഊരിട്ടു. അങ്ങനെ ഓലൻ റെഡിയായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പാവയ്ക്ക അരിയാൻ തുടങ്ങി കേട്ടോ. പാവയ്ക്കയും പയറും കൂടി ഒരു ഉപ്പേരിയാണ്. പാവയ്ക്ക അരിയാൻ തുടങ്ങി. പാവയ്ക്ക അങ്ങനെ അരിഞ്ഞെടുത്ത് പയറും അരിഞ്ഞെടുത്ത് കഴിഞ്ഞ് അത് ഞാൻ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ പാവയ്ക്കയും പയറും കൂടെ അടുപ്പത്തിടുകയാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഇത്തിരി ഉപ്പിട്ടു. ഇത്തിരി ഉപ്പിട്ട് കഴിഞ്ഞിട്ട് അതിൽ ശകലം വെള്ളവും കൂടി ചേർത്തു കേട്ടോ. ഇത്തിരി ഉപ്പിട്ട് കഴിഞ്ഞതിന് എന്നിട്ട് അത് അടച്ചു വെച്ചു. അത് ഇത്തിരി കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി നോക്കി. ഏകദേശം വെന്ത് തുടങ്ങിയിരിക്കുന്നു. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ ഇളക്കിയിട്ട് പിന്നെ അടച്ചു വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ഞാൻ വെള്ളം വലിയാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ച് വേവിച്ചു.
പിന്നെ ഞാൻ മമ്പയർ അടുപ്പത്ത് വെച്ചിരുന്നില്ല ഓലം വെക്കാൻ. അപ്പോൾ ഇത്തിരി മമ്പയർ കൂടുതലുണ്ടായിരുന്നു, അത് ഫുള്ള് വേവിച്ചു. എനിക്ക് മമ്പയർ ഉപ്പേരി നല്ല ഇഷ്ടമാണ്, കുട്ടികൾക്കും ഇഷ്ടമാണ്. അപ്പോൾ ഏതായാലും ബാക്കി അവിടെ ഇരുന്നാൽ കേടൊന്ന് പോകുമല്ലോ എന്ന് എഴുതിയിട്ട് മമ്പയർ ബാക്കി ഉണ്ടായിരുന്നു വേവിച്ചത് ഞാൻ ഇത്തിരി അത് ഉപ്പേരി ഉണ്ടാക്കി ഇപ്പുറത്തെ അടുപ്പത്ത് കേട്ടോ. അങ്ങനെ മമ്പയർ ഉപ്പേരി റെഡിയായി. പയറും പാവയ്ക്കയും കൂടെ അതും ഉപ്പേരി റെഡിയായി. ഓലനും റെഡിയായി കേട്ടോ. ഇന്നത്തെ സ്പെഷ്യലാണ് മമ്പയറും മത്തനും കൂടെ ഓലനും, മമ്പയർ ഉപ്പേരി, പാവയ്ക്ക് പയറും കൂടെ അത് ഉപ്പേരി. പിന്നെ രാവിലെ മസാല ദോശയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. എല്ലാവർക്കും ഇഷ്ടമാണോ?